അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ആമേൻ. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ആമേൻ. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ആമേൻ. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധനെന്ന് ഉദ്ഘോഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ. ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയും എന്നേക്കും ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധനെന്ന് ഉദ്ഘോഷിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനത്തോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ അഗ്രാഹ്യമായ ശക്തിയാൽ ഞങ്ങളെ ഉണർവുള്ളവരാക്കണമേ. അങ്ങയുടെ പരിപാലനത്തിലുള്ള പ്രത്യാശയിൽ ഞങ്ങളെ ഉറപ്പിക്കുകയും അങ്ങയുടെ ശക്തമായ കരത്താൽ ഞങ്ങളെ ബലപ്പെടുത്തുകയും ചെയ്യണമേ. അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും നിരന്തരം സമർപ്പിക്കുവാൻ അങ്ങയുടെ കൃപാവരത്താൽ ഞങ്ങളെ യോഗ്യരാക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും ആമേൻ. ദുഷ്ടരുടെ വഴിയിൽ നടക്കാത്തവനും പാപികളുടെ ആലോചനയിൽ നിൽക്കാത്തവനും പരിഹാസകരുടെ സംഘത്തിൽ ഇരിക്കാത്തവനും ഭാഗ്യവാനാകുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദുഷ്ടരുടെ വഴിയിൽ നടക്കാത്തവര്, പാപികളുടെ ആലോചനയിൽ നിൽക്കാത്തവര്, പരിഹാസകരുടെ സംഘത്തിൽ ഇരിക്കാത്തവര് ഭാഗ്യവാനാകുന്നു. അവന്റെ മനസ്സ് കർത്താവിന്റെ നിയമത്തിലാണ്. അവിടുത്തെ നിയമത്തെ പറ്റി അവൻ രാപ്പകൽ ധ്യാനിക്കുന്നു. അവൻ ചെയ്യുന്നതെല്ലാം പൂർത്തിയാക്കും. അവൻ നീർച്ചാലിനരികെ നട്ട വൃക്ഷം പോലെയാണ്. അതിന്റെ ഇലകൾ കൊഴിയുന്നില്ല. യഥാകാലം അത് ഫലം തരുന്നു. ദുഷ്ടരോ എന്നാൽ അങ്ങനെയല്ല. കാറ്റിൽ പറക്കുന്ന പതിര് പോലെയാണവർ. ന്യായവിധിയിൽ ദുഷ്ടർ ഉറച്ചു നിൽക്കുകയില്ല. പാപികൾ നീതിനിഷ്ഠരുടെ സമൂഹത്തിലും. കർത്താവ് നീതിനിഷ്ഠരുടെ മാർഗമറിയുന്നു. ദുഷ്ടരുടെ വഴിയോ നാശമടയുന്നു. ജനതകൾ എന്തിനാണ് കലഹിച്ചത്? ജനങ്ങൾ എന്തിനാണ് വ്യർത്ഥകാര്യം വിചാരിച്ചത്? കർത്താവിനും അവിടുത്തെ അഭിഷിക്തനുമെതിരായി ഭൂമിയിലെ രാജാക്കന്മാരും അധികാരികളും അണിനിരന്ന് അവരൊന്ന് ചേർന്ന് ആലോചിച്ചു. അവർ വെച്ച വിലങ്ങുകൾ നമുക്ക് തട്ടിത്തകർക്കാം. നുകങ്ങൾ നമ്മിൽ നിന്ന് നീക്കിക്കളയാം. അത്യുന്നതങ്ങളിൽ ഇരിക്കുന്നവൻ ചിരിക്കുന്നു. അവിടുന്ന് അവരെ പരിഹസിക്കുന്നു. കർത്താവ് അവരോട് കോപത്തോടെ അരുൾ ചെയ്യുന്നു. ക്രോധത്താൽ അവരെ ഭയപ്പെടുത്തുന്നു. എന്റെ ഉടമ്പടി പ്രഘോഷിക്കാൻ വിശുദ്ധമലയായ സിഹിയോനിൽ എന്റെ രാജാവിനെ ഞാൻ വാഴിച്ചിരിക്കുന്നു. കർത്താവ് എന്നോട് അരുൾ ചെയ്തു, നീ എന്റെ പുത്രനാകുന്നു. ഇന്നു ഞാൻ നിനക്ക് ജന്മം നൽകി. എന്നോട് ചോദിക്കുക, ജനതകളെ അവകാശമായും ഭൂമിയുടെ അതിരുകളെ കൈവശമായും നിനക്ക് നൽകാം. ഇരുമ്പുതണ്ടുകൊണ്ട് നീ അവരെ വേയ്ക്ക്. കുശവന്റെ പാത്രങ്ങൾ പോലെ നീ അവരെ തകർക്കും. രാജാക്കന്മാരെ ഇപ്പോൾ നിങ്ങൾ ഗ്രഹിക്കുവേ.
ഭൂമിയിലെ അധിപന്മാരെ മനസ്സിലാക്കുകയും ഭക്തിയോടെ കർത്താവിനെ ശുശ്രൂഷിക്കുവേൻ. ആദരപൂർവം അവിടുത്തെ ആശ്ലേഷിക്കുവേൻ. കർത്താവേ, എന്നെ നിരക്കുന്നവർ വർദ്ധിച്ചിരിക്കുന്നു, എനിക്കെതിരായി നിൽക്കുന്നവരും അനേകരാണല്ലോ. നിന്റെ ദൈവത്തിൽ നിനക്ക് രക്ഷയില്ല എന്ന് എന്നോട് പറയുന്നവർ അനേകരാണ്. കർത്താവേ, അങ്ങാണ് എന്റെ തുണയും മഹത്വവും, എന്നെ ശിരസ്സുയർത്തുന്നവരും അങ്ങ് തന്നെ. ഉച്ചത്തിൽ ഞാൻ കർത്താവിനെ വിളിച്ചു, വിശുദ്ധഗിരിയിൽ നിന്ന് അവിടുന്ന് എനിക്ക് ഉത്തരമരുളി. ഞാൻ കിടന്നുറങ്ങുകയും ഉണരുകയും ചെയ്തു, കർത്താവ് എനിക്ക് തുണയായി നിന്നു. എനിക്കെതിരെ അണിനിരക്കുന്ന 10,000-ങ്ങളെ ഞാൻ തെല്ലും ഭയപ്പെടില്ല. എന്റെ ദൈവമായ കർത്താവേ, എഴുന്നേറ്റ് എന്നെ രക്ഷിക്കണമേ. അങ്ങ് എന്റെ ശത്രുക്കളെ പ്രഹരിക്കുകയും ദുഷ്ടരെ തകർക്കുകയും ചെയ്തു. രക്ഷാകർത്താവിന്റേതാകുന്നു, അങ്ങയുടെ അനുഗ്രഹം എന്നേക്ക് അങ്ങയുടെ ജനത്തിനുള്ളതാണല്ലോ. ദൈവമേ, എന്റെ നീതിമാനായ രക്ഷക, ഞാൻ അങ്ങയെ വിളിച്ചപേക്ഷിച്ചപ്പോൾ അങ്ങ് എനിക്ക് ഉത്തരമരുളി. ഞെരുക്കങ്ങളിൽ അങ്ങ് എന്നെ ആശ്വസിപ്പിച്ചു, എന്നോട് കരുണ തോന്നി എന്റെ പ്രാർത്ഥന ചെവിക്കൊള്ളണമേ. മനുഷ്യരെ, നിങ്ങൾ എന്റെ കീർത്തി എത്ര നാൾ മറച്ചുവെക്കും? എത്ര നാൾ മിഥ്യയെ സ്നേഹിക്കുകയും അസത്യം അന്വേഷിക്കുകയും ചെയ്യും? നിങ്ങളെല്ലാം അറിഞ്ഞുകൊള്ളുവേൻ, തിരഞ്ഞെടുക്കപ്പെട്ടവരെ കർത്താവ് തനിക്കായി വേർതിരിച്ചിരിക്കുന്നു. ഞാൻ വിളിക്കുമ്പോൾ കർത്താവ് എന്നെ ശ്രവിക്കും. കോപിശാലൻ പാപം ചെയ്യരുതേ, ഹൃദയത്തിൽ സംസാരിക്കുവേൻ, കിടക്കയിൽ നിങ്ങൾ ധ്യാനിക്കുവേൻ. നീതിയുടെ ബലികൾ അർപ്പിക്കുവേൻ, കർത്താവിൽ നിങ്ങൾ പ്രത്യാശ വയ്ക്കുവേൻ. നല്ലവരെ കാണിച്ചു തരാനും അവിടുത്തെ മുഖകാന്തി ഞങ്ങളിൽ പ്രസരിപ്പിക്കാനും ആരുണ്ട് എന്ന് ചോദിക്കുന്നവർ ഏറെയാണല്ലോ. ധാന്യവും വീഞ്ഞും എണ്ണയും വർദ്ധിച്ചപ്പോൾ അവർക്കുണ്ടായതിലും അധികം ആനന്ദം കർത്താവേ അങ്ങ് എന്റെ ഹൃദയത്തിന് നൽകി. ഞാൻ ശാന്തമായി കിടന്നുറങ്ങ്, എന്നെ സമാധാനത്തിൽ വസിപ്പിക്കുന്നത് കർത്താവേ അങ്ങ് മാത്രമാണല്ലോ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങളുടെ പ്രാർത്ഥനകൾ അങ്ങയെ പ്രസാദിപ്പിക്കട്ടെ. അങ്ങയുടെ അനന്തകാരുണ്യത്താൽ ഞങ്ങളുടെ യാചനകൾക്ക് എല്ലായ്പ്പോഴും ഉത്തരമരുളണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും ആമേൻ. സ്വർണവും വെള്ളിയും കൊണ്ട് നീ അലങ്കൃതയായി, പാവന ചരിതൻ ചാവറയച്ചൻ ആധ്യാത്മികമാ സമരം ചെയ്തു ജയം നേടി. ശത്രുഗണത്തിൻ അണികളോടെല്ലാം സതതം പൊരുതി വിശ്വാസം പരിരക്ഷിച്ചു. മാമോദീസ വേളയിലെന്ന തിരുസഭ നൽകിയ പുതുവസ്ത്രം മിശിഹാതൻ പ്രതിരൂപം പോൽ സംരക്ഷിച്ചു സാഗൂതം. നാഥൻ തൻ തിരുരക്തത്താൽ ജീവനും ഒളിയുമതിന്നേകി. വന്യപിതാവിൻ പ്രാർത്ഥനകൾ ഞങ്ങൾക്കെന്നും തിരുമുൻപിൽ തുണയായി തീരട്ടെ. വിശ്വാസത്തിലും വിശുദ്ധിയിലും നീ മാതൃകയായിരിക്കുക. സുവിശേഷത്തിൻ ഉപദേശങ്ങൾ ജീവിത തരവിൽ ചാർത്തും നിന്നും സന്യസ്ത. സഭയുടെ മോഹന ജീവിതമല്ലോ അവരിഹ നിത്യം പൂർണ്ണതയോടെ നയിക്കുന്നു. പ്രാർത്ഥനയാലും സേവന നിരതം ചെയ്തികളാലും ശ്ലൈഹികമാം ജീവിതമാർഗം തുടരുന്നു. നാദന ബലിയായി തീരുന്നു. താപസനാ കുറിയാക്കോസും സ്വയമൊരു ബലിയായി അർപ്പിച്ചു. സന്യസ്തൻ പാതകളിൽ താങ്ങും തളരും പ്രാർത്ഥനയാൽ അവനിന്നേകട്ടെ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. മാർത്തോമാതൻ വിശ്വാസ
ശ്വാസത്തിൽ സഹചരി നിയതം ഉജ്ജീവിപ്പിച്ചുണർവേകാൻ ദൈവിക വചനം മണ്ണിൽ വിതച്ചു അധ്വാനിച്ചു വന്യപിതാവ കുര്യാക്കോസ്. സഗ്രന്ഥങ്ങൾ നാടിനു നൽകി ഉപദേശപ്പൂമഴയേകി നാടിൻ കണ്ണു തുറന്നിടാൻ പള്ളിക്കൂടം തീർത്തവനെ സഭതൻ ദൈവാരാധനയെ മക്കൾക്കേകിയ താതാനീ ഞങ്ങൾ പ്രേഷിതരായിടാൻ മിശിഹാനാഥനോടെന്നാളും പ്രാർത്ഥിച്ചിടണമേ. കരുണാനിധിയാം കർത്താവേ, നിൻ ജനതതിയിൽ കനിയണമേ. കാക്കണമേ നിന്നവകാശം, ശത്രുഗണത്തിൻ ദ്രോഹങ്ങൾ കാണുന്നവനെ സദയം നിൻ കൃപ നീവരിൽ ചൊരിയണമേ. നിന്നുടെ കൃപയും നന്മകളും ഏറ്റുപറഞ്ഞതിമോഹരമാം സ്തുതിഗീതങ്ങൾ പാടിയിടാൻ പരിപാലനമാം കോട്ടകളാൽ ദാസരെ നിതരാം കാക്കണമേ കരുണാമയനാം കർത്താവേ. ഭരണാധിപരും വൈദികരും ശാന്തിയിലൊന്നായി പുലരട്ടെ, സ്നേഹത്തിൽ നിലനിൽക്കട്ടെ. ആയോധനവും ശത്രുതയും ഭൂവിൽ നിന്നൊഴിവാകട്ടെ, ഒരുമയുടങ്ങൈ വാഴ്ത്തിടാൻ. കർത്താവീശോ മിശിഹായേ, നിന്നെ വഹിച്ചൊരു മാതാവിൻ പ്രാർത്ഥനയാലെ കനിവോടെ തിന്മകളാലെ കലുഷിതമാ ഭൂവിൽ ശാന്തി വിതയ്ക്കണമേ, ഞങ്ങളെ നിർമ്മലരാക്കണമേ. ഭാരതഭൂവിൽ സ്നേഹായാം മാർത്തോമായി ഞങ്ങൾക്കായി നാഥനോടർത്ഥന ചെയ്യണമേ. നിന്നോടൊപ്പം സുതരെല്ലാം ദത്തവകാശം സ്വർഗത്തിൽ നേടാനർഹത കൈവരുവാൻ. ഈശോനാഥ നിൻ പ്രിയരാം ദിവ്യന്മാരും സാക്ഷികളും സ്നേഹന്മാരും പ്രേഷിതരും മൽപ്പാന്മാരും നീതിയരും ധന്യരുമെന്നും ഞങ്ങൾക്കായി യാചിക്കട്ടെ കരുണയ്ക്കായി. സത്കർമ്മികളാം സകലർക്കും പ്രതിഫലമേകും സുദിനത്തിൽ നിൻ പ്രിയരൊപ്പം ചേർന്നിടാൻ അവരോടൊപ്പം സമ്മാനം കൈക്കൊണ്ടിടാൻ സ്തുതി പാടാൻ യോഗ്യത ഞങ്ങൾക്കേകണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, മാലാഖമാർ അങ്ങയെ സ്തുതിക്കുകയും മനുഷ്യരങ്ങയെ പുകഴ്ത്തുകയും സൃഷ്ടികളെല്ലാം അങ്ങയെ ആരാധിക്കുകയും ചെയ്യട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും ആമേൻ. എപ്പോഴും ഞാൻ കർത്താവിനെ വാഴ്ത്ത്, അവിടുത്തെ സ്തുതികളാൽ എന്റെ അധരങ്ങൾ നിറഞ്ഞിരിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എപ്പോഴും ഞാൻ കർത്താവിനെ വാഴ്ത്ത്, അവിടുത്തെ സ്തുതികളാൽ എന്റെ അധരങ്ങൾ നിറഞ്ഞിരിക്കും. എന്റെ ആത്മാവ് കർത്താവിനെ പ്രകീർത്തിക്കും, എളിയവർ അത് കേട്ട് സന്തോഷിക്കും. എന്നോടത്ത് കർത്താവിനെ മഹത്വപ്പെടുത്തുവിൻ, നമുക്ക് ഒരുമിച്ച് അവിടുത്തെ നാമം സ്തുതിക്കാം. ഞാൻ കർത്താവിനോട് അപേക്ഷിച്ചു, അവിടുന്ന് ഉത്തരമരുളി. അനർത്ഥങ്ങളിൽ നിന്ന് അവിടുന്ന് എന്നെ രക്ഷിച്ചു. കർത്താവിനെ ഉറ്റുനോക്കുവിൻ, അവിടുന്ന് പ്രത്യാശ വയ്ക്കുവിൻ, അപ്പോൾ നിങ്ങളുടെ മുഖങ്ങൾ ലജ്ജാഭരിതമാവുകയില്ല. കർത്താവിന്റെ മാലാഖവൃന്ദം ഭക്തരെ വലയം ചെയ്യുന്നു, അവരെയെല്ലാം സംരക്ഷിക്കുന്നു. കർത്താവ് എത്രയോ നല്ലവനാണെന്ന് നിങ്ങൾ തന്നെ അനുഭവിച്ചറിയുവേ. അവിടുത്തെ ആശ്രയിക്കുന്നവരെല്ലാം ഭാഗ്യമുള്ളവരാകുന്നു.
വന്യപുരോഹിതരെന്നും ഭൂവിൽ ദൈവരഹസ്യം സൂക്ഷിക്കുന്നു. അവരുടെ ചരിതം തലമുറ തോറും തിരുസഭ മോദമോടോർമ്മിക്കുന്നു. തിരുകൽപ്പന പോൽ കുര്യാക്കോസും നാഥനു സേവനമനിശം ചെയ്തു. പൗരോഹിത്യപദത്തിൻ ദൗത്യം വിശ്വസ്തയോട് കാത്തു പാരിൽ. സഭയോടും അവളുടെ പാലകരോടും കൂറുപുലർത്തിയവൻ നിലകൊണ്ടു. വിശ്വസ്തയോടനുസരണത്തിൽ മാതൃക സഭയുടെ തലയർക്കേകി. ധനമാനാദികളഖിലം തൃണമായി കരുതിയവൻ നിജനാഥനു വേണ്ടി. പാവന ജീവിത വിജയ കിരീടം നേടിയിടാനായി പൊരുതി നിതാന്തം. ഞങ്ങൾക്കായി നീ ദൈവസമക്ഷം പ്രാർത്ഥിക്കണമേ താതാ സദയം. താതനം അതുപോൽ സുതരം പാവന റൂഹായ്ക്ക് സ്തുതിയുണ്ടാകട്ടെ. പത്രോസ്ലീഹ എഴുതിയ 1-ാം ലേഖനം 4-ാം അധ്യായം 12 മുതലുള്ള വാക്യങ്ങൾ. പ്രിയപ്പെട്ടവരെ, നിങ്ങളെ പരിശോധിക്കാനായി അഗ്നിപരീക്ഷകൾ ഉണ്ടാകുമ്പോൾ അപ്രതീക്ഷിതമായതെന്തോ സംഭവിച്ചാലെന്ന പോലെ പരിഭ്രമിക്കരുത്. ക്രിസ്തുവിൻ്റെ പീഡകളിൽ നിങ്ങൾ പങ്കുകാരാകുന്നതിൽ ആഹ്ലാദിക്കുവിൻ. അവൻ്റെ മഹത്വം വെളിപ്പെടുമ്പോൾ നിങ്ങൾ അത്യധികം ആഹ്ലാദിക്കും. ക്രിസ്തുവിൻ്റെ നാമം നിമിത്തം നിന്ദിക്കപ്പെട്ടാൽ നിങ്ങൾ ഭാഗ്യവാന്മാർ. എന്തെന്നാൽ മഹത്വത്തിൻ്റെ ആത്മാവ്, അതായത് ദൈവാത്മാവ് നിങ്ങളിൽ വസിക്കുന്നു. നിങ്ങളിൽ ആരും തന്നെ കൊലപാതകിയോ മോഷ്ടാവോ ദുഷ്കർമ്മിയോ പരദ്രോഹിയോ ആയി പീഡ സഹിക്കാൻ ഇടയാകരുത്. ക്രിസ്ത്യാനി എന്ന നിലയിലാണ് ഒരുവൻ പീഡ സഹിക്കുന്നതെങ്കിൽ അതിൽ അവൻ ലജ്ജിക്കാതിരിക്കട്ടെ. പിന്നെയോ ക്രിസ്ത്യാനി എന്ന നാമത്തിൽ അഭിമാനിച്ചുകൊണ്ട് അവൻ ദൈവത്തെ മഹത്വപ്പെടുത്തട്ടെ. എന്തെന്നാൽ വിധിയുടെ സമയം സമാഗതമായിരിക്കുന്നു. ദൈവത്തിൻ്റെ ഭവനത്തിലായിരിക്കും അത് ആരംഭിക്കുക. അത് നമ്മിലാണ് ആരംഭിക്കുന്നതെങ്കിൽ ദൈവത്തിൻ്റെ സുവിശേഷം അനുസരിക്കാത്തവരുടെ അവസാനം എന്തായിരിക്കും? നീതിമാൻ കഷ്ടിച്ചു മാത്രം രക്ഷപ്പെടുന്നുവെങ്കിൽ ദുഷ്ടൻ്റെയും പാപിയുടെയും സ്ഥിതി എന്തായിരിക്കും? ആകയാൽ ദൈവഹിതമനുസരിച്ച് സഹിക്കുന്നവർ നന്മ ചെയ്തുകൊണ്ട് വിശ്വസ്തനായ സൃഷ്ടാവിന് തങ്ങളുടെ ആത്മാക്കളെ ഭരമേൽപ്പിക്കട്ടെ. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. നമുക്കെല്ലാവർക്കും സന്തോഷത്തോടും പ്രത്യാശയോടും കൂടെ നിന്ന് കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ എന്ന് അപേക്ഷിക്കാം. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. ഭാരതസഭയ്ക്ക് നവജീവൻ നൽകുവാൻ വിശുദ്ധ കുര്യാക്കോസ് ഏലിയാസിനെ ഉപകരണമാക്കിയ കർത്താവേ, സഭയുടെ വളർച്ചയ്ക്ക് വേണ്ടി അക്ഷീണം പ്രവർത്തിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. അഗാധമായ പ്രാർത്ഥനാ ചൈതന്യവും ആഴമായ പരസ്നേഹവും കൊണ്ട് വിശുദ്ധ കുര്യാക്കോസ് ഏലിയാസിനെ സമ്പന്നനാക്കിയ കർത്താവേ, ദൈവസ്നേഹത്തിലും പരസ്നേഹത്തിലും ഞങ്ങളെ ആഴപ്പെടുത്തണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. പരിശുദ്ധ കുർബാനയുടെയും മാമോദീസായുടെയും ചൈതന്യത്തിലും തിരുകുടുംബത്തോടുള്ള സ്നേഹത്തിലും വിശുദ്ധ കുര്യാക്കോസ് ഏലിയാസിനെ വളർത്തിയ കർത്താവേ, കൗദാശിക ജീവിതത്തിലൂടെ ഐക്യത്തിൽ മുന്നേറുവാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. സഹോദരങ്ങൾക്ക് വേണ്ടി അക്ഷീണം യത്നിക്കാൻ വിശുദ്ധ കുര്യാക്കോസ് ഏലിയാസിനെ പ്രാപ്തനാക്കിയ കർത്താവേ, സമൂഹത്തിന്റെ നന്മയ്ക്കായി പ്രവർത്തിക്കാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. തിരുസഭയുടെ ശത്രുക്കളോട് സുധീരം പോരാടാനും ആരാധനാക്രമത്തിൽ ചിട്ടയും ഐക്യരൂപ്യം വരുത്താനും വിശുദ്ധ കുര്യാക്കോസ് ഏലിയാസിനെ ശക്തിപ്പെടുത്തിയ കർത്താവേ, സഭയോടൊത്ത് ചിന്തിക്കാനും പ്രവർത്തിക്കുവാനും കൃപ നൽകണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. മിശിഹായുടെ സഭ മുഴുവന്റെ തലവനായ ഞങ്ങളുടെ പരിശുദ്ധ പിതാവ് മാലയോ പാപ്പായെ, ഞങ്ങളുടെ സഭയുടെ പിതാവും തലവനുമായ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ മെത്രാപ്പോലീത്തായെ, ഞങ്ങളുടെ അതിരൂപതാധ്യക്ഷനായ മാർ തോമസ് മെത്രാപ്പോലീത്തായെ, ഞങ്ങളുടെ പിതാവും രൂപതാധ്യക്ഷനുമായ മാർ ജോസഫ് മെത്രാനെയും
മറ്റെല്ലാ മിത്രാന്മാരെയും ആത്മീയ നന്മകൾ നൽകി അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. അനുഗ്രഹസമ്പന്നനും കരുണാവാരിധിയുമായ നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളുടെ ദൈവമേ, നിന്റെ ശാന്തി സമാധാനവും നിന്റെ ആരാധകരുടെ ഈ സമൂഹത്തിൽ നിവസിപ്പിക്കുകയും വിശുദ്ധരുടെ കൂട്ടായ്മയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കുകയും ഞങ്ങളോട് കരുണയായിരിക്കുകയും ചെയ്യണമേ. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. കാരുണ്യവാനായ കർത്താവേ, അങ്ങ് ഞങ്ങൾക്ക് ചെയ്ത എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. വിചാരത്താലോ വാക്കാലോ പ്രവൃത്തിയാലോ ഉപേക്ഷയാലോ ഞങ്ങൾ ചെയ്ത പാപങ്ങളെല്ലാം ഞങ്ങളോട് പൊറുക്കുകയും അങ്ങയുടെ തൃക്കരങ്ങൾ നീട്ടി മക്കളായി ഞങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. ആമേൻ.